നിങ്ങളുടെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കാൻ എന്തായിരിക്കുന്നത്? എൻ്റെ കാലിൻ്റെ ചോട്ടിൽ തന്നെയാണ് സ്വർഗം. കുട്ടികളെ മര്യാദക്ക് എന്നെ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് എന്നോട് നല്ല രീതിയിലൊക്കെ നിന്നോളി. ഇതാ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചത്. പക്ഷേ ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അതിനൊരു തിരുവാക്കുകൂടി പറയുന്നുണ്ട്. ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അഥവാ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണേ മാതാക്കളെ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ തോന്നിയ മാതിരി ജീവിക്കുന്ന എല്ലാ ഉമ്മമാരുടെയും കാലിൻ ചോട്ടിൽ സ്വർഗമുണ്ട് എന്നല്ല. മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കുമ്പോൾ ആ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗമുണ്ട്. അതുകൊണ്ട് നമ്മൾ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം. കുറേ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനത് പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. നമ്മുടെ കുട്ടികളെ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കാഴ്ചപ്പാടോടെ വളർത്തുക. എൻ്റെ കുട്ടി ഇപ്പം 10ാം ക്ലാസ്സിലാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ അവന് 25 വയസ്സാകും. ഈ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ അവനിൽ ഇന്നതൊക്കെ ചെയ്യുന്ന ലക്ഷ്യം വെച്ച ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ഞാൻ ചോദിക്കൂട്ടെ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നുള്ളത്. ഇപ്പൊ കുട്ടിക്ക് 15 വയസ്സ്, 25 വയസ്സാകുന്ന സമയത്ത് എൻ്റെ കുട്ടി ഇങ്ങനൊക്കെ ആകുമെന്ന് കൃത്യമായി ലക്ഷ്യം വെച്ചവരെത്ര പേരുണ്ടെന്ന് കൈപ്പൊക്കിയാട്ടെ. നമ്മൾ എന്താ ലക്ഷ്യം വെച്ചത്? കുട്ടി SLC പാസ്സാവണം, അത് കഴിഞ്ഞാൽ പിന്നെ +2 പാസ്സാക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി പാസ്സാക്കണം. അങ്ങനെ പോരാ, ഒരു ലോങ് ഗോളായിരിക്കണം നമ്മൾ വെക്കേണ്ടത്, ഒരു വലിയ ലക്ഷ്യമായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ആ ലക്ഷ്യം വെക്കാത്തവർ നല്ല മാതാക്കളല്ല. കുട്ടികളെ കൃത്യമായി ലക്ഷ്യത്തിലൂടെ കൊണ്ടുപോകണം. സ്വപ്നത്തിലൂടെ മാത്രമല്ല, അവന്റെ മുമ്പിൽ ലക്ഷ്യമുണ്ടാക്കണം. ദീന് പോലും ഇമ്പോസ് ചെയ്തിട്ടല്ല പഠിപ്പിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്പോസ് ചെയ്തിട്ടല്ല ദീന് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഒന്നും കൂടി പറയാം. അഥവാ കുട്ടികളുടെ മുകളിൽ കുത്തിച്ചെലുത്തിയിട്ടല്ല ദീന് നടപ്പിലാക്കേണ്ടത്. എണീക്കടാ, പോടാ, നിസ്കരിക്കാതെ ഉറങ്ങല്ലടാ, അങ്ങനെയല്ല പറയേണ്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ ഉള്ളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. അതിന് ഇൻസ്പയറിംഗ് എന്നാണ് പറയുക. ദീന് ഇൻസ്പയറിംഗ് ആണ്. ഉള്ളിൽ നിന്ന് തോന്നണം കുട്ടിക്ക്. അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ പിന്നാലെ നടക്കും? എണീക്ക്, നിസ്കരിക്ക്, ഇതെല്ലാ കൊല്ലം നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ കുട്ടികൾക്ക് എന്താക്കണം? മാതാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം, കൊച്ചു കുട്ടിക്കാലത്ത് ചെയ്യേണ്ടുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് കൃത്യമായി നിങ്ങൾ കഥകൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് കൃത്യമായി കഥകൾ പറഞ്ഞു കൊടുക്കണം. അവിടെ KL 18R 5515 റോഡിൽ ബ്ലോക്ക് സൃഷ്ടിക്കുന്നു. അവിടെ പെട്ടെന്ന് പോണം ആള്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ലക്ഷ്യം വെക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇൻസ്പയറിംഗ് ആണ് ഏറ്റവും പ്രധാനം. ശ്രദ്ധിക്കണേ, ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞത്. ഇൻസ്പയർ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കല. എങ്ങനെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുക? ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവരോട് നിൽക്കേണ്ട പോലെ നിൽക്കണം. നല്ല സ്നേഹനിധിയായി നിൽക്കണം. നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കിടക്ക് ഉമ്മ കൊടുക്കണം. അപ്പൊ നമ്മൾ അതൊന്നും കൊടുക്കൂല. 2 വയസ്സുള്ള കുട്ടിക്ക് ഉമ്മ കൊടുക്കൽ വലിയ പണിയൊന്നുമല്ല. പക്ഷേ 18 വയസ്സായ കുട്ടിക്ക് ഉമ്മ കൊടുക്കണം. നമ്മളെ മക്കളെ ചിലപ്പം കെട്ടിക്കാരായിട്ടുണ്ടാവും. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉമ്മ തന്നിട്ട് എത്ര കാലമായി? ആ സമയത്ത് കുട്ടികൾ ചിലപ്പം കണ്ണുകൾ ഇങ്ങനെ നിറക്കും. കാരണം ചെറുപ്പത്തിലെങ്ങാണ്ടോ കൊടുത്തതാണത്രേ. അത് ചെറുപ്പത്തിൽ ഫിറൗനും കൊടുത്തിട്ടുണ്ട് മൂസാ നബിക്ക് ചുംബനം. 1 വയസ്സും 2 വയസ്സുള്ളപ്പോൾ കൊടുംക്രൂരനായ ഫിറൗന് പോലും മൂസാ നബിനെ ചുംബിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടിയല്ലേ. അതൊന്നും വലിയ നിഷ്കളങ്കതൊന്നുമല്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഒരു അച്ചീവ്മെന്റ് തരുന്ന സമയത്ത്, ഭയങ്കര നേട്ടം നേടി ആ സമയത്തൊരു ചുംബനം കൊടുത്ത്, അതും ചുംബനമാണെങ്കിൽ അത് മാത്രം പോരാ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കഥാപാത്രമുണ്ട്. അത് ആവർത്തിക്കുന്നത് കൊണ്ട് ക്ഷമിക്കണം. എൻ്റെ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും കൂടി പറയാം, പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയ അശ്വിൻ കുമാർ എന്ന് പറയുന്ന ഒരു കുട്ടി. അശ്വിൻ കുമാർ എന്ന് ആ മനസ്സിലിങ്ങനെ കണ്ടു നോക്കിയാട്ടെ, ഒരു കൊച്ചു വീട്. ആ കൊച്ചു വീട്ടിലൊരു കുട്ടിക്ക് 1ാം റാങ്ക് കിട്ടിയിരിക്കുകയാണ്. 1ാം റാങ്ക് കിട്ടിയെന്ന് കേട്ടപ്പോൾ പത്രക്കാരെല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. മീഡിയക്കാര്, പത്രക്കാര്
എന്നിട്ട് അമ്മയെ കൊണ്ട് ലഡു കൊടുപ്പിക്കുന്ന ഫോട്ടോ, അതെടുക്കുന്ന ഫോട്ടോ, ഇതെടുക്കുന്ന ഫോട്ടോ, ഇതൊക്കെ നാളെ 1-ാം പേജിൽ നിറഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അന്ന് കേരള എൻട്രൻസ് ആണ്, ഇന്നത്തെ പോലെ നീറ്റായിട്ടില്ല. കേരളത്തിലെ 1-ാം റാങ്കുകാരനെ ആദരിക്കാനും അവൻ ഇന്റർവ്യൂ ചെയ്യാനും വേണ്ടി പത്രക്കാർ വന്നപ്പോ അവരോട് ചോദിച്ച ഒരു ചോദ്യം, അശ്വിൻ കുമാറിനോട് ചോദിച്ച ഒരു ചോദ്യം, മോനെ ഇത്രയും വലിയ 1-ാം റാങ്ക് ഉണ്ടല്ലോ, നീ ഇത് ആർക്കാ കൊടുക്കുക എന്ന് വെച്ചാൽ ആർക്ക് സബ്മിറ്റ് ചെയ്യും, ആർക്കാണ് ഇതിന്റെ ഈ വലിയൊരു ഇതിന് സമ്മാനമായിട്ട് നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ കുട്ടികളൊക്കെ പറയൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ എൻ്റെ ചങ്ക് ബ്രോക്ക് എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഈ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ അമ്മക്ക് എന്നാണ്. ഉടനെ തന്നെ പത്രക്കാരുടെ ചോദ്യം, ഈസ് യുവർ മദർ എ ഡോക്ടർ? നിന്റെ അമ്മ ഡോക്ടറാണോ? അവൻ പറഞ്ഞു, അല്ല, വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവം സ്ത്രീയാണ് എൻ്റെ അമ്മ, കൊച്ചു വീട്ടിലെ പാവം സ്ത്രീ. പിന്നെന്തിനാ മോനെ നീ അമ്മക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് അന്ന് അശ്വിൻ കുമാർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇത് നമ്മുടെ മക്കൾ പറയേണ്ടുന്ന മറുപടിയാ. അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് പഠിക്കാനിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ 1-ാം റാങ്ക്. അതായിരുന്നു അവൻ്റെ അമ്മ. എന്ന് വെച്ചാൽ എൻ്റെ 1-ാം റാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്ക് കൊടുക്കുന്നറിയോ? ഇത് 1-ാം റാങ്ക് കിട്ടിയപ്പോൾ അമ്മ കൊടുത്ത ഉമ്മനെ പറ്റിയല്ല അവൻ പറയുന്നത്. 1-ാം റാങ്ക് കിട്ടിയ കുട്ടികളെ വാലിപ്പുഴയിൽ ഉമ്മ കൊടുക്കലൊക്കെ സാധാരണയാണ്. പക്ഷേ അതിനുവേണ്ടി മെനക്കെട്ട് പഠിക്കുമ്പോൾ കുട്ടിക്ക് 1-ാം റാങ്ക് കിട്ടുമെന്നൊന്നും അമ്മക്ക് അറിഞ്ഞുകൂടാ. അമ്മ പാവം ഒരു സ്ത്രീയാണ്, അവർക്ക് കെമിസ്ട്രി അറിയില്ല, ഫിസിക്സ് അറിയില്ല, ബയോളജി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ആ അമ്മ ചെയ്ത പണി രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് പഠിക്കാൻ നേരത്ത് മോൻ്റെ അടുത്തൊന്ന് പോയി തലയിലൊന്ന് തടവി നെറ്റത്തൊരു ചുംബനം കൊടുത്തിട്ട് പഠിക്കുട്ട മോനെ എന്ന് പറഞ്ഞ് കട്ടൻ ചായയൊക്കെ കാച്ചി കൊടുക്കും. ആ ചുംബനത്തിന് പകരമാണ് എൻ്റെ 1-ാം റാങ്ക് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മുടെ കുട്ടികൾ പറയേണ്ടത്, നമ്മുടെ കുട്ടികൾ നമ്മളെക്കുറിച്ച് പറയേണ്ടത്. ഞാൻ ഈ അടുത്തിടെ പറയുന്ന വേറൊരു കഥാപാത്രമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിടക്കേണ്ടുന്ന കഥാപാത്രമായതുകൊണ്ട് ഒന്ന് ആവർത്തിച്ചു കൊള്ളട്ടെ. പത്രത്തിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് ഇടതു ഭാഗത്തുനിന്നൊരു പെൺകുട്ടി, ഞാൻ അന്ന് ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ 3000 രൂപ തരാമെന്നാ പറഞ്ഞത്. 3000 രൂപ. കുട്ടികൾക്ക് 3000 രൂപ വലുതാണ്. 2000 കുട്ടികൾ A+ന്റെ റാങ്ക് വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കാൻ, മെഡൽ വാങ്ങാൻ വേണ്ടിയിട്ട്, ഈ മൊമെന്റോ വാങ്ങാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ മൊത്തം A+കാരെ ആദരിക്കുന്ന പരിപാടിയാണ്. ആ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. ക്ലാസ് എടുക്കുന്ന സമയത്ത് മാധ്യമം പത്രം നടത്തിയ പരിപാടിയാണ്. ആ സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇവരാരും നൽകില്ല എന്ന ഉറപ്പോടെ ആ ചോദ്യം ഞാൻ ചോദിച്ചു. ഉറപ്പാണ് എനിക്ക് ആരും ഉത്തരം നൽകൂല, കാരണം അത്ര ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ച് പറയേണ്ടതാ, കാണാപ്പാടം പറയേണ്ട, ബൈഹാർട്ടായിട്ട് പറയേണ്ട ഒരു ആൻസർ അല്ല. അതിൽ ഇടത്തെ ഭാഗത്തുനിന്ന് മഞ്ഞ ചുരിദാറുകാരിയായ ഒരു ഹൈന്ദവ പെൺകുട്ടി, അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, സർ ഞാൻ പറയാം. ആ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് ആൻസർ അറിയായിരിക്കുന്നു. പക്ഷെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറഞ്ഞു. കാരണം 3000 രൂപയല്ലേ പോവുള്ളൂ. കുട്ടി പറയാൻ തുടങ്ങി. 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഏകദേശം പാതി വഴിയിലെത്തി. പിന്നെ പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മോളെ സമയം കഴിഞ്ഞു, ഇനി നീ ഇരുന്നോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടെ കൈകൾ വിറക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, സർ 2 മിനിറ്റ് കൂടി, സർ 2 മിനിറ്റ് കൂടി. അവസാനം ആ റിക്വസ്റ്റ് കൊണ്ട് ഞാൻ 2 മിനിറ്റ് കൂടി നീട്ടിക്കൊടുത്ത്. അപ്പോഴും എനിക്ക് ഉറപ്പവള് പറയില്ലാന്ന്. പക്ഷെ ആ 2 മിനിറ്റും കൂടി കൊടുത്തപ്പോൾ കുറച്ചും കൂടി കയറി. പിന്നെ ഞാൻ പറഞ്ഞു, ഇനിയില്ല, ഇനി നീ ഇരുന്നോ എന്ന് പറഞ്ഞു. സമയമില്ല നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ വിറക്കുന്നുണ്ട്. എന്തോ ഒരു വല്ലാത്തൊരു വല്ലായ്മ. സർ ഒരു മിനിറ്റ്. അവസാന സമയം കൊടുത്ത കുട്ടി ആൻസർ അങ്ങോട്ട് പറഞ്ഞു. അടുത്തേക്ക് വിളിച്ച് പത്രക്കാരെ കൊണ്ട് 3000 രൂപ കൊടുപ്പിച്ചു. കൊടുത്ത സമയത്ത് അത് വാങ്ങിക്കുമ്പോൾ കൈകൾ വിറക്കുന്നുണ്ട്, കണ്ണൊന്നാകെ ഒലിക്കുന്നുണ്ട്, കരയുന്നുണ്ട് കുട്ടി. ഒരു 3000 രൂപ കിട്ടുന്നതിന് എന്തിനാപ്പം ഇങ്ങനെ കരയുന്നത് എന്ന് ഞാൻ ആലോചിച്ചതാണ്. ആ സമയത്ത് ഞാൻ പത്രക്കാരോട് പറഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ വിളിപ്പിക്കണം. പരിപാടി കഴിഞ്ഞ് ആ കുട്ടി വന്നു. പത്രക്കാരും എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നീ എന്തിനാ ഒരു 3000 രൂപ തന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞത് എന്ന്. അല്ല, കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? സർ, എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ മൊത്തത്തിൽ കിടപ്പിലാണ്. ഒരുപാട് പൈസ ഞങ്ങൾക്ക് കടമായി. ഇപ്പം മരുന്നിന് പോലും പൈസയില്ല സാർ. ഇപ്പം നിങ്ങളിന്ന് തന്ന, അവളിങ്ങനെ കൈ കൂപ്പിയിട്ട്, എനിക്ക് ആ രംഗപ്പോൾ ഓർമ്മയുണ്ട്, അവളുടെ കൈകൾ ഇങ്ങനെ എൻ്റെ നേരെ കൂപ്പിയിട്ട്, സാർ ഇന്ന് നിങ്ങൾ തന്ന 3000 രൂപ 3 ലക്ഷം രൂപക്ക് തുല്യമാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ഞാൻ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ്. എന്താ ഈ പറഞ്ഞതെന്നറിയോ? ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട്, സർ 2 മിനിറ്റ്, എനിക്ക് 2 മിനിറ്റ് സമയം തരണം എന്നിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് പറയാനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? അവളുടെ തലയിലൂടെ ഫ്ലാഷ് ബാക്ക് പോലെ അല്ലെങ്കിൽ ഒരു വലിയ ചിന്തയായി കടന്നു പോകുന്നത്, കട്ടിലിൽ കിടന്നുകൊണ്ട്
മോളെ മരുന്നിന് പൈസയില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ മുഖമാണ് അവളുടെ മനോമുകുരത്തിൽ തെളിയുന്നത്. ആ സമയത്താണ് സർ 2 മിനിറ്റ്, ഈ 3000 എനിക്ക് കിട്ടിയേ പറ്റൂ. കാരണം ഇത് എനിക്ക് മിഠായി വാങ്ങാനല്ല, എനിക്ക് ഐസ്ക്രീം വാങ്ങാനല്ല, ഇതെന്റെ അച്ഛന് മരുന്ന് കൊടുക്കാനാണ് എന്ന ചിന്തയുണ്ടായത് കൊണ്ടാണ് ആ കുട്ടി 2000 കുട്ടികൾ പറയാത്ത ആൻസർ, 2000 കുട്ടികളും A+ കിട്ടിയവരാണ്. അത്രയും വലിയ ആൻസർ ഈ കുട്ടി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഇങ്ങനെയായിരിക്കണം. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഈ പാവം അച്ഛൻ ഇത്ര കഷ്ടപ്പെട്ട് ഇവളെ വളർത്തുന്നത് കൊണ്ടാണ് സത്യത്തിൽ ആ കുട്ടിക്ക് അച്ഛനോട് ഇത്ര കമ്മിറ്റ്മെന്റ് ഉണ്ടായത്.